പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രേഖകളില്ലാതെ കുട്ടികളെ എത്തിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മതപഠന കേന്ദ്രത്തിന് അംഗീകാരമില്ലെന്ന് കണ്ടെത്തി. കോഴിക്കോട്ടെ ഫാത്തിമ ഹിഫ്സുൽ ഖുറാൻ അക്കാദമിയിൽ പഠിപ്പിക്കാൻ എന്ന പേരിലാണ് കുട്ടികളെ കൊണ്ടുവന്നത്. പാലക്കാട് CWC കോഴിക്കോട് CWCക്ക് കുട്ടികളെ കൈമാറി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നു. അരുൺ, നമ്മൾ ഇന്നലെ ഏറെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രേഖകളില്ലാതെ കുട്ടികളെ എത്തിച്ചു ഒരു സംഭവം നമ്മൾ മനുഷ്യക്കടത്തുന്ന രീതിയിൽ വരെ സംശയിക്കേണ്ടിയിരിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ആ മതപഠന കേന്ദ്രത്തിന് അംഗീകാരമില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട്ടെ ഫാത്തിമ ഹിഫ്സുൽ ഖുറാൻ അക്കാദമിയിൽ പഠിപ്പിക്കാനെന്ന പേരിലാണ് കുട്ടികളെ കൊണ്ടുവന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ബീഹാറിലെ കിഷൻഗഞ്ചിൽ നിന്നുള്ള 21ഓളം കുട്ടികളെ ട്രെയിൻ മാർഗം പാലക്കാട്ടേക്ക് എത്തിച്ചത്. വിവേക് എക്സ്പ്രസ്സിൽ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടെ തന്നെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ കുട്ടികളെ എത്തിക്കുകയായിരുന്നു. അവരുടെ കൂടെ 2 മുതിർന്ന ആളുകളും ഉണ്ടായിരുന്നു. റെയിൽവേ പോലീസിന് സംശയം തോന്നിയവർ ഇത്തരത്തിൽ അവിടെ നിൽക്കുന്നത്. തുടർന്ന് അവരുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ ചിലരുടെ കൈവശം ആധാർ കാർഡ് എന്ന പേരിൽ അതിൻ്റെ കോപ്പികൾ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റ് രേഖകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇവർ കോഴിക്കോട്ടെ ഫാത്തിമ ഹിഫ്സുൽ ഖുറാൻ അക്കാദമി എന്ന സ്ഥാപനത്തിലേക്കാണ് ഇവരെ കൊണ്ടുവന്നത്. ഈ സ്ഥാപനത്തിന് ഇപ്പോൾ അംഗീകാരമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോടുള്ള ഈ മതപഠന സ്ഥാപനം അൺഎയ്ഡഡ് വിഭാഗത്തിലോ എയ്ഡഡ് വിഭാഗത്തിലോ വരുന്നതല്ലെന്നും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതല്ല എന്നുള്ളത് ഉൾപ്പെടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതോടുകൂടെ തന്നെ ഈ കുട്ടികളെ 21ഓളം വരുന്ന കുട്ടികളെ പാലക്കാട്ടെ CWC കോഴിക്കോട്ടെ CWCക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് അണ്ടിക്കോടുള്ള ഈ സ്ഥാപനം ഹായത്തുൽ ഇസ്ലാം സമിതിയുടെ നേതൃത്വത്തിലുള്ളതാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ കോഴിക്കോട് മതപഠന കേന്ദ്രത്തിന് ഇപ്പോൾ അംഗീകാരമില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ ബീഹാറിലുള്ള കിഷൻഗഞ്ചിലുള്ള CWCയുമായി ഉൾപ്പെടെ കോഴിക്കോട് നിന്നുള്ള CWC ബന്ധപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും. ഇവരുടെ ഈ ഒരു ആധാർ രേഖകൾ എന്നുള്ളത് കൃത്യമായ രേഖകൾ തന്നെയാണോ, അതല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ ഫേക്ക് രേഖകളാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ അന്വേഷണം നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ കുട്ടികളെ ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടാൽ പോലും അതിന് കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന് ഇനിയും നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് CWCയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ആദ്യമായിട്ടല്ല, മുൻപും സമാന രീതിയിൽ ഈ ബീഹാറിൽ നിന്നും അതുപോലെ തന്നെ ജാർഖണ്ഡിൽ നിന്നുമൊക്കെ കുട്ടികളെ മതപഠനത്തിന് എന്ന പേരിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്ന സംഭവമുണ്ട്. 2013 അത് വലിയ വിവാദമായിരുന്നു. അത് മനുഷ്യക്കടത്ത്, കുട്ടിക്കടത്ത് എന്ന തരത്തിലൊക്കെ ആ വിഷയം അതിൻ്റെ മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ CWC പാലക്കാട്ടെ CWC ചെയർമാനായ സേതുമാധവൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. ഇതൊരു മനുഷ്യക്കടത്ത് അത്തരത്തിലല്ല എന്നുള്ള തരത്തിലാണ് പ്രതികരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ മതപഠനത്തിനാണ് കൊണ്ടുവന്നതെങ്കിൽ പോലും കൃത്യമായ രേഖകൾ ഈ വിഷയത്തിൽ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ഇതൊരു എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗത്തിലൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പക്ഷേ അത്തരത്തിലൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴേതായാലും കണ്ടെത്തലായിട്ടുണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ സ്ഥാപനം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രേഖകളില്ലാതെ കുട്ടികളെ എത്തിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മതപഠന കേന്ദ്രത്തിന് അംഗീകാരമില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട്ടെ ഫാത്തിമ ഹിഫ്സുൽ ഖുറാൻ അക്കാദമിയിൽ പഠിപ്പിക്കാനെന്ന പേരിലാണ് കുട്ടികളെ കൊണ്ടുവന്നത്. പാലക്കാട് CWC കോഴിക്കോട് CWCക്ക് കുട്ടികളെ കൈമാറി. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.